ഒരു സിനിമാ സംവിധായകനാകണമെന്ന് എൻ്റെ മനസ്സിൻ്റെ ഏഴായാലത്ത് പോലും ഉണ്ടായിരുന്നില്ല. സിനിമയെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിച്ചതാണ് സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് കാശുമായിട്ട് പിന്നാലെ വന്ന് ഡയറക്റ്റ് ചെയ്യിച്ച സിനിമയാണ് പള്ളിക്കൂടം മനോജ്. കേരള സർക്കാർ കൊടുക്കുന്ന അവാർഡ് ഒരു നടന് കൊടുക്കുന്നത് ലക്ഷങ്ങളാണ്, മികച്ച നടന്. അതേ സമയത്ത് അതേപോലെ തന്നെയുള്ള ഒരു കോമ്പറ്റീഷനാണ് നാടകത്തിൽ നടക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ. അവർക്ക് കൊടുക്കുന്നത് 15,000 രൂപ 12,000 രൂപയാണ് മികച്ച നടന് കൊടുക്കുന്ന കാശ്. കലയ്ക്ക് വേണ്ട വിധത്തിലുള്ള അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്. പണ്ടൊക്കെ നമുക്കൊരു നെടുമുടി വീണോ ഒരു തിലകനൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ പുതിയതായിട്ട് വരുന്ന തലമുറയിലെ നടന്മാരൊക്കെ എല്ലാവരും നെടുമുടി വീണുകളാണ്. എനിക്കൊരു കത്ത് തന്നു. അതിനകത്ത് ആകെ ഒരു വരിയുള്ളൂ, ഗിരി നിനക്ക് മഴയെ ഇഷ്ടമാണോ? എനിക്ക് മഴയെ ഇഷ്ടമാണ്, മഴ തന്നെ മഴ, ഇത്ര മാത്രമായിരുന്നു. പിന്നെ എനിക്ക് അതൊരു ബാധ്യതയായി മാറുകയും, ആദ്യം ഒരു കൗതുകമായി മാറുകയും പിന്നെ ഒരു ബാധ്യതയായി മാറുകയും. പള്ളിക്കൂടം എന്നീ സിനിമകളുടെ സംവിധായകൻ ഗിരീഷ് PC പാലം ഫോക്സ് ടോക്സ്. ഇപ്പോ രണ്ടാമത്തെ സിനിമയാണല്ലോ തയ്യാറുള്ളത്. ആദ്യ സിനിമ പള്ളിക്കൂടം കഴിഞ്ഞിട്ട് 2015 ഏകദേശം 10 വർഷം ആവാനാണ്. ഗ്യാപ്പ് ഉണ്ട്. അത് അതിനിടയിൽ കോവിഡ്, പ്രളയം, അങ്ങനെ പിന്നെ നമ്മളെപ്പോലുള്ള ആളുകൾ അങ്ങനെയൊക്കെയല്ലേ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. നല്ലൊരു പ്രൊഡ്യൂസറെ കിട്ടാനുള്ള വലിയൊരു വിഷമമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് സിനിമ എപ്പോഴും സ്ക്രിപ്റ്റായിട്ട് തന്നെ ഇപ്പം 4-5 സ്ക്രിപ്റ്റുകൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ പള്ളിക്കൂടം ഒരു കുട്ടികളുടെ സിനിമയായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് ആദ്യത്തെ സിനിമ അങ്ങനെ ഒരു സബ്ജക്ട് തിരഞ്ഞെടുക്കാൻ കാരണം? അത് ഞാൻ സ്കൂൾ നാടകങ്ങളൊക്കെയാണ് അധികം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ മനസ്സ് കുട്ടികളുടെ മനസ്സിനൊപ്പമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ സിനിമ. അതൊരു അല്ലാതെ പറഞ്ഞൊരു കഥ ഒരു പ്രൊഡ്യൂസർ പറഞ്ഞു, പുള്ളി കഥ കേട്ടപ്പോൾ ഇത് സിനിമയാക്കാൻ പറ്റുമോ ചോദിക്കുന്നു. അങ്ങനെ സിനിമയായിട്ട് വന്നൊരു സിനിമയാണത് പള്ളിക്കൂടം. ഇപ്പൊ പിന്നീട് ഴ എന്ന് പറയുന്ന സിനിമയാണ് വരുന്നത്. ഒരു മഴയെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണല്ലോ. മഴ ഒരു പ്രധാന കഥാപാത്രമാണോ? തീർച്ചയായിട്ടും. എങ്ങനെയുള്ള സിനിമ? വില്ലനായിട്ടുള്ള മഴയാണോ അതോ നായകനായിട്ടുള്ള മഴയാണോ? മഴയ്ക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വറ്റി വരണ്ട് നിൽക്കുമ്പോൾ, നമ്മൾ ചൂടെടുത്ത് ഉഷ്ണിച്ച് നിൽക്കുമ്പോൾ, നമ്മൾ വരൾച്ചയുടെ നടുവിൽ നിൽക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും ഒരു മഴ പെയ്തിരുന്നെങ്കിൽ. ആരും ആഗ്രഹിക്കും. ഈ മഴ രണ്ടാമത്തെ മഴയായി, മൂന്നാമത്തെ മഴയായി, അങ്ങനെ മഴ നമുക്കൊരു കൗതുകമായിട്ട് മാറും. പിന്നെ മഴ നമുക്ക് സ്നേഹമാവും, രാത്രിയിൽ പ്രണയമാകും. രാത്രി നല്ല പ്രണയത്തിന് നമ്മൾ ഏറ്റവും വലിയ സിമ്പിളായിട്ട് കാണിക്കുന്നതൊക്കെ മഴയാണ്. പിന്നെ നമുക്ക് ഈ മഴ ഒരു ശല്യമായിട്ട് മാറും. ഈ മഴ നശിച്ച മഴ എന്നൊരു പേരും ഈ മഴയ്ക്ക് തന്നെ നമ്മൾ സ്നേഹിച്ച മഴയ്ക്ക് തന്നെ കിട്ടും. അങ്ങനെ ഈ മഴയെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. മഴയൊന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ പോകായിരുന്നു, മഴയൊന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ അവിടെ പോകായിരുന്നു, മഴയൊന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ ഈ തീയൊന്ന് കത്തുമായിരുന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ മഴയുടെ പല പല വേർഷൻ പോലെ ഒരു സൗഹൃദത്തിനും ഇതേപോലെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ മഴ എന്ന് പേരിട്ടത്. മഴയിൽ ഴ മാത്രമാണ് ഇത് എന്തുകൊണ്ട് മഴയാണെന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ച് അല്ല, ഇത് ഡിസൈനിലൊക്കെ ഒരു മഴയുടെ ഒരു മഴ പോലൊരു സൗഹൃദം എന്നാണല്ലോ. അതെ. ഈ ഴാക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഴ ഒരിക്കലും ആദ്യത്തെ അക്ഷരമല്ല. ഒരു വാക്കും ഴ എന്നൊന്നും തുടങ്ങുന്നേ ഇല്ല. ഴ എപ്പോഴും 2ാം സ്ഥാനക്കാരനാണ്. ഇപ്പോൾ 2ാം ഊഴം എന്നൊക്കെ പറയുന്ന പോലെ 2ാം സ്ഥാനങ്ങൾ ഴാക്കി നിൽക്കണമെങ്കിൽ വേറൊരു അക്ഷരം നിർബന്ധമാണ്. അതിന് മുമ്പിൽ ഒരാൾ വേണം, അതിന് പിന്നിലല്ല. അത് മായം അല്ലെങ്കിൽ പുഴയായിട്ടും ഒരു അല്ലെങ്കിൽ വാഴയായിട്ടോ ഒക്കെ മുമ്പിലൊരു അക്ഷരം. അപ്പോൾ അതേപോലെ തന്നെ ഈ സൗഹൃദത്തിന്, നമ്മുടെ ഈ സിനിമയിലെ ഈ സൗഹൃദത്തിന് ഒരു സപ്പോർട്ട് ആവശ്യമാണ്. ആ സൗഹൃദം അല്ലെങ്കിലും സൗഹൃദം എന്ന് പറയുമ്പോൾ കല്യാണം എന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് 2 പേരെങ്കിലും വേണമെന്ന് പറയുന്ന പോലെ, ഭാര്യയും ഭർത്താവും വേണമെന്ന് പറയുന്ന പോലെ സൗഹൃദം എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 2 പേരെങ്കിലും വേണം. അപ്പം നമ്മുടെ നായകന് നിൽക്കണമെങ്കിൽ അയാൾക്ക് പിന്നിൽ ഒരാൾ വേണം, മുന്നിൽ ഒരാൾ വേണം. സോറി, അതുകൊണ്ടാണ് അപ്പോൾ ഒരു മായനെ നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചോദിച്ച പോലെ തന്നെ ഇവിടെ ഒരു അക്ഷരം ഉണ്ടല്ലോ, അത് മായാണെന്ന് നമ്മൾ തീരുമാനിക്കും.
നമ്മളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ആ മഴയുടെ ഡിസൈനിലേക്ക് കുറച്ചുകൂടി ഒരു ഇതിലൊരു രംഗത്തെ പറ്റി ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ രംഗം സിനിമയിൽ അത് ആ സിനിമയ്ക്ക് അത്യാവശ്യമാണെന്ന് തോന്നിയിട്ടാണ്. ഒരു മനുഷ്യന്റെ ഒരു അനാർക്കിയായിട്ടുള്ള ഒരു മനുഷ്യന്റെ ഉറക്കം വരാത്തൊരു രാത്രിയിൽ അയാൾ വെറും സാങ്കല്പിക ലോകത്ത് മാത്രം ജീവിക്കുന്ന ഒരാളാണ്. അയാൾക്ക് യാഥാർത്ഥ്യ ജീവിതമായിട്ട് വളരെ കുറഞ്ഞ ബന്ധം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരാൾക്ക് അയാളുടെ ഫ്രസ്ട്രേഷൻ കാണിക്കാൻ അങ്ങനെ ഒരു സീൻ നിർബന്ധമാണെന്ന് തോന്നിയിട്ട് ചെയ്തതാണ്. അതൊരിക്കലും ഒരു വൾഗറായിട്ട് അല്ല നമ്മളത് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഗാനങ്ങൾക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് അഭിപ്രായം ഗാനങ്ങൾ ആരാണ് ഇഷ്ടപ്പെടുത്തിയിട്ടുള്ളത്? ഞാനെങ്കിൽ ഇതിന്റെ പ്രൊഡ്യൂസറും കൂടി ആയിട്ടുള്ള രാജേഷ്. എന്താണ് ഗാനങ്ങളെ പറ്റി പറയാൻ? നല്ല പാട്ടുകളാണ്. ഈ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ഇപ്രാവശ്യം ജയകുമാർ സാർ എഴുതിയ വരികൾക്ക് ഇതേ സിനിമയിലെ പാട്ടിനാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാ പാട്ടുകളും തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, യൂട്യൂബിൽ നോക്കിയാൽ അറിയാം, നല്ല വ്യൂവേഴ്സ് ഉള്ള പാട്ടുകളാണ്. ഈ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോൾ വെല്ലുവിളികളുണ്ട്. നാടകക്കാരനാണെന്ന് പറഞ്ഞ് മാറ്റിനിർത്തപ്പെടലുകളോ അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. പിന്നെ ഇതിനൊരു വെല്ലുവിളി അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ചില കഥകള്, ചില നാടകങ്ങളൊക്കെ ചിലർ കാണുമ്പോൾ പറയുന്നുണ്ട് ഇത് കുറച്ചുകൂടി വിശാലമാക്കി. സിനിമ ചെയ്യുന്ന സമയത്ത് കുറെ കൂടി ഓപ്പൺ ആണല്ലോ, നമുക്ക് ഏരിയകൾ ഒരുപാട് കിടക്കുന്നില്ല. അപ്പൊ ആ നാടകത്തിന് അങ്ങനെ കുറെ ഏരിയകൾ കിടക്കുന്നില്ല, അങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പം പിന്നെ പൊതുവെ ഞാൻ ചെയ്യുന്ന നാടകങ്ങൾക്ക് വിഷ്വൽ സാധ്യത കൂടുതലായിട്ടാണ് ഉണ്ടാവില്ല. ഇപ്പം കലാനിലയത്തിന് വേണ്ടിയിട്ട് ഞാൻ ഹിഡിബി എന്ന് പറഞ്ഞ നാടകം ചെയ്തിരുന്നു. അത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ ഡ്രാമ എന്നാണ് പറയുന്നത്. ഡിജിറ്റൽ ബാക്ക്ഗ്രൗണ്ടുകളാണ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ സാധ്യതകൾ, വിശാലമായ സാധ്യതകൾ ഒരുപാട് ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്തിട്ടുള്ള ഒരു നാടകമാണ്. ഇപ്പൊ ഈ പുറത്തൊക്കെ ആണെങ്കിൽ നാടകത്തിന് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടാറുണ്ട്. ഒരുപാട് സിനിമയിലെ മെയിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ, ബോളിവുഡ് ആർട്ടിസ്റ്റുകൾക്ക് തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുള്ളതാണ്. പലരും ബ്രേക്ക് എടുത്ത് നാടകം ചെയ്യാൻ പോകാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ കുറച്ച് നാടകത്തിലെ അകറ്റി നിർത്തലുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? നാടകം ഒരു ഒരു കാലഹരണപ്പെട്ട ഒരു കലയായിട്ട് ചില ആളുകളെങ്കിലും അതിനെ കാണുന്നുണ്ട്. ഒരു അംഗീകാരം കിട്ടാത്ത ഒരു മാറ്റത്തിൽ തോന്നുന്നുണ്ടോ നാടകം എന്ന കലയ്ക്ക് ഉണ്ട്? നാടകം എന്ന കലയ്ക്ക് വേണ്ട വിധത്തിലുള്ള അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഞാൻ പറയുമ്പോൾ ഒരു സിനിമ നമ്മള് ഇതിന് വരുമ്പോൾ, എന്താ പറയാ, മത്സരത്തിന് വരുമ്പോൾ നമ്മളെ കേരള സർക്കാർ കൊടുക്കുന്ന അവാർഡ് ഒരു നടന് കൊടുക്കുന്നത് ലക്ഷങ്ങളാണ്. മികച്ച നടന്, മികച്ച സംവിധായകൻ, മികച്ച സിനിമയ്ക്ക് കൊടുക്കുന്നത് ലക്ഷങ്ങളാണ്. അതേ സമയത്ത് അതേപോലെ തന്നെയുള്ള ഒരു കോമ്പറ്റീഷനാണ് നാടകത്തിൽ നടക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ. അവർക്ക് കൊടുക്കുന്നത് 15,000 രൂപ, 12,000 രൂപയാണ് മികച്ച നടന് കൊടുക്കുന്ന കാശ്. ഇവർക്ക് ശരിക്കും ഈ കാശ് 1,00,000 രൂപയോ 2,00,000 രൂപയോ കിട്ടി ഇവർ ചിലപ്പോൾ ഒരു ജീവിതം തുടങ്ങി വരും നാടകക്കാരൻ. മറ്റേ ആൾക്ക് അതിന്റെ ആവശ്യമില്ല. അവർക്ക് സിനിമയിൽ കൂടെ അല്ലാതെ തന്നെ കാശ് അതിൽ കൂടുതൽ കിട്ടിയിട്ടാണ് അവർ അഭിനയിക്കാൻ വരുന്നത്. ശരിക്കും ഇതേപോലുള്ള ഒരു പ്രോത്സാഹനം നാടകത്തിന് നടനോ അല്ലെങ്കിൽ നാടകക്കാരനോ കൊടുക്കുകയാണെങ്കിൽ നാടകം ഇന്ന് നമ്മൾ കാണുന്നതിനേക്കാൾ ഒരുപാട് മുകളിലേക്ക് പോകും. നമുക്ക് കേരളത്തിൽ മാത്രമേ ഉള്ളൂ നാടകം നമ്മൾ ഇങ്ങനെ തഴഞ്ഞു നിർത്തുന്ന ഒരു കാര്യമുണ്ടല്ലോ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ചില നാടകങ്ങളൊക്കെ ഞാൻ എല്ലാ വർഷവും ടിക്കറ്റ് വെച്ചിട്ട് നാടകം ചെയ്യുന്നു. ഒരു നാടകം ടിക്കറ്റ് വെച്ച് ചെയ്യും. ആ നാടകമൊക്കെ ഹൗസ്ഫുള്ളാണ്, ടിക്കറ്റ് കിട്ടാനില്ല ആളുകൾക്ക്. ആ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരം ബുദ്ധിമുട്ട് ഇപ്പൊ ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരു കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഒരു ഫിലിം മേക്കിങ്ങിലേക്ക് വരുമ്പോ ഒരു നാടകം സംവിധാനം ചെയ്യുന്നതിൽ നിന്ന് സിനിമയുടെ ഒരു മേക്കിംഗ് സ്റ്റൈലിലേക്ക് വരുമ്പോൾ ഒന്ന് വ്യത്യാസം എങ്ങനെ ഫീൽ ചെയ്യുന്നത്? പ്രൊഡക്ഷനിലും അതിന്റെ ഒരു മേക്കിംഗ് രീതിയിലും ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ. കാരണം നാടകത്തിന് വേണ്ട ഒരു അഭിനയമല്ല സിനിമയ്ക്ക് വേണ്ടത്. തീർച്ചയായിട്ടും അതിൽ മേക്കിംഗ് വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പൊ എങ്ങനെയാണത് മാനേജ് ചെയ്തത്? നാടകത്തിന് ഇതിനകത്ത് പല നാടക നടന്മാർ തന്നെയാണ് അഭിനയിച്ചിട്ടിരിക്കുന്നത്. മണികണ്ഠൻ പോലും നാടകത്തിൽ വന്ന ആളാണ്. പക്ഷെ ഇത് നമ്മൾ ക്യാമറയാണ് നമ്മൾ അതിന്റെ ബേസ് എന്ന് പറയുന്നത്.
സിനിമ നമ്മൾ തിരക്കഥയാവുക എന്ന് പറയുന്നത് ശരിക്കും ക്യാമറ എഴുതുന്ന ഒരു കഥയാണല്ലോ ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ക്യാമറയിലെ ഷോട്ടിനനുസരിച്ച് നമുക്ക് മോണിറ്ററിൽ കാണാം. നമ്മൾ ഇന്ന വലുപ്പത്തിൽ കാണുമ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. നാടകം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഓവറായിട്ട് ആക്ട് ചെയ്യുന്നു, പക്ഷെ അങ്ങനെയുള്ള അഭിനയങ്ങളും ഇപ്പൊ നാടകത്തിൽ ഇല്ല. ഇപ്പൊ നാടകം റിയലിസ്റ്റിക് പ്ലേകളാണ് നടക്കുന്നത്. വളരെ റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട് നാടകത്തിൽ. പണ്ടൊക്കെ നമുക്കൊരു നെടുമുടി വീണോ ഒരു തിലകനൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ പുതിയതായിട്ട് വരുന്ന തലമുറയിലെ നടന്മാരൊക്കെ എല്ലാവരും നെടുമുടി വീണുകളാണ്. എല്ലാവരും നന്നായിട്ട് അഭിനയിക്കുന്ന ആളുകളാണ്. എല്ലാവർക്കും അഭിനയത്തിനെ പറ്റി അല്ല നമ്മൾ ഈ നാടകത്തിൽ നമ്മൾ അഭിനയത്തിനെ പറ്റിയാണ് അറിയേണ്ടതെങ്കിൽ സിനിമയിൽ നമ്മൾ അറിയേണ്ടത് ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് അറിയേണ്ടത് ക്യാമറയെ പറ്റിയിട്ടാണ്. അതിന്റെ ലെൻസിന്റെ സെൻസാണ് ആക്ടറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അത് അറിയുന്ന ആൾക്ക് സുഖമായിട്ട് അഭിനയിക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടൊരു സിനിമയുടെ മാർക്കറ്റ് വലുതാണ്. സിനിമ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് ഫണ്ട് ആവശ്യമാണ്. അപ്പൊ ഇതില് പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകൾ ഒരു മുൻനിരയിൽ നിൽക്കുന്ന ആരും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ സിനിമ മാർക്കറ്റ് ചെയ്യാൻ അതിന്റെ പ്രൊഡക്ഷൻ സൈഡിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? സാമ്പത്തിക ബുദ്ധിമുട്ട് സിനിമ ഷൂട്ടിംഗ് സമയത്തൊന്നും സംഭവിച്ചിട്ടില്ല. ഇനിയിപ്പം നമ്മളല്ലാതെയുള്ള ആളുകളിലേക്ക് ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ. റിലീസിന് തിയേറ്റർ കിട്ടാത്ത അവസ്ഥ തിയേറ്ററൊക്കെ ഒക്കെയാണ്. അങ്ങനത്തെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ കുറച്ചുകൂടി മുൻനിരയിലുള്ള ഏതെങ്കിലും നടനെ കിട്ടിയിരുന്നെങ്കിൽ വലിയ സിനിമ കുറച്ചുകൂടി വലുതായനെ അവരിലേക്ക് എത്താൻ പറ്റാത്ത ബുദ്ധിമുട്ട് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ എന്റെ മനസ്സിൽ ഈ കഥ സിനിമയാവുകയാണെങ്കിൽ മണികണ്ഠൻ തന്നെയായിരുന്നു ആ ക്യാരക്ടർ ചെയ്യേണ്ടത്. അതിനിപ്പോ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ വന്നാലും മണികണ്ഠൻ തന്നെയാണ് എന്റെ മനസ്സിലുണ്ടാവുക. അതേപോലെ തന്നെ മറ്റേ ക്യാരക്ടർ ചിലപ്പോൾ ആള് മാറിയെന്ന് വരും. ചിലപ്പോൾ എന്താണെങ്കിലും പുതുമുഖമാണ് ആയിരിക്കാനാണ് സാധ്യത. അതിലെനിക്ക് വേറെ ഇതൊന്നും തോന്നിയിട്ടില്ല. ഞാൻ അതിനെ സിനിമയായിട്ട് കാണുന്നു. ഈ സിനിമ ഇയാൾ ചെയ്താൽ ഈ സിനിമയാകുമ്പോൾ നമ്മൾ അയാളുടെ ഈ ബോഡി ലാംഗ്വേജ് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടറിന് പറ്റിയ ബോഡി ലാംഗ്വേജ് ഉള്ള ഒരാളാണ് മണികണ്ഠൻ. കോഴിക്കോട് നിന്നത്തെ മണ്ണിൽ നിന്നാണല്ലോ സാറ് ഒരുപാട് കലാകാരന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള സിനിമയ്ക്ക് നാടകത്തിനുണ്ട്. എങ്ങനെയാണ് ആ നാടോ എങ്ങനെയാണ് ആ നാട് ഒരു സംവിധായകനെ പങ്കുവഹിച്ചിട്ടുണ്ട്? എങ്ങനെയാണ് നാടകം കലയിലേക്ക് എത്തിപ്പെട്ടേക്കുന്നത്? നാടകം, ആർട്ട്, സിനിമ എങ്ങനെയാണ് ആ ഒരു മേഖലയിലേക്ക് സ്വന്തം? തീർച്ചയായിട്ടും കോഴിക്കോട് ജനിക്കാൻ പറ്റിയത് കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ ഞാൻ നാടകക്കാരനോ കലാകാരനോ ആയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക. എൻ്റെ വീട് തന്നെ ഒരു നാടകമുറ്റാണ്. എൻ്റെ വീട് മുറ്റത്ത് ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ ഇലക്ഷൻ ചെയ്യുന്ന നാടക റിഹേഴ്സൽ കണ്ടുകൊണ്ട് വളർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഏട്ടൻ വിനുകുമാർ ചെയ്യുന്ന നാടകങ്ങൾ കണ്ടു വളർന്നു. അതിനുശേഷം മറ്റേ ഏട്ടൻ അളുപ്പില്ല പുള്ളി അഭിനയിക്കുന്ന നാടകങ്ങൾ വീട്ടുമുറ്റത്ത് വെച്ച് കണ്ടു. അവരെ കൂടി അഭിനയിച്ചു. ആദ്യ സമയത്തൊക്കെ ഞാൻ സ്ത്രീവേഷത്തിലൊക്കെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ വിട്ടു. പിന്നെ എനിക്ക് കിട്ടിയത് കോഴിക്കോട് ഞങ്ങളുടെ മാനാഞ്ചിറ സ്ക്വയർ. അവിടെ ഒരു വലിയ സൗഹൃദപ്പെട്ട ആർട്ട് ഗാലറിയുണ്ട്. മാനാഞ്ചിറ സ്ക്വയറിൻ്റെ ഇടയിൽ നടക്കുന്ന ഗലി എന്ന് പറയുന്ന ഞങ്ങളൊരു ടീമുണ്ട്. ഈ സൗഹൃദം എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. അവിടെ നമ്മൾ പാട്ട് പാടും, മോണാക്റ്റുകൾ ചെയ്യും, നാടകങ്ങൾ ചെയ്യും. അങ്ങനെ അതൊരു വലിയ വലയമായിട്ട് തീരുകയും അതിനകത്തു നിന്നാണ് കാര്യമായ നാടകങ്ങളൊക്കെ ഞാൻ ചെയ്തു തുടങ്ങിയത്. ആ ഒരു ടീമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. പിന്നെ ഇപ്പം സിനിമ അതേപോലെ സിനിമ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. ഒരു സിനിമാ സംവിധായകനാകണമെന്ന് എൻ്റെ മനസ്സിൻ്റെ ഏഴായാലത്ത് പോലും ഉണ്ടായിരുന്നില്ല. സിനിമനെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിച്ചതാണ്. സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് കാശുമായിട്ട് പിന്നാലെ വന്ന് ഡയറക്റ്റ് ചെയ്യിച്ച സിനിമയാണ് പള്ളിക്കൂടം മനോജ്. ഇപ്പൊ ഈ സിനിമ തന്നെ വെറുതെ ഒരു കഥ പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസർ വല്ലാതെ ഇഷ്ടപ്പെട്ടു അത് സിനിമയാക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അതിന്റെ പിന്നാലെ പോയതാണ്. എഴുത്തും സംവിധാനവും താങ്കൾ തന്നെയാണോ ചെയ്യുന്നത്? എഴുതുമ്പോ നിങ്ങൾ മാത്രമേ ഉള്ളൂ സിറ്റുവേഷൻ കഥാപാത്രം ഒരു മേക്കിങ്ങിലേക്ക് വരുമ്പോൾ വരുന്ന വെല്ലുവിളികൾ എന്താണ്? ഒരു എഴുത്തുകാരിൽ നിന്ന് സംവിധായകനിലേക്ക് മാറുമ്പോഴുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? എഴുതുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതുന്നു. ആ സമയം തന്നെ നമ്മളെ മനസ്സിൽ ആ സിനിമ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നാടകമാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ എഴുതുമ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നാടകം എഴുതുന്ന സമയത്ത് അതിനെ നമ്മൾ ഒരു മുസ്ലിം തിയേറ്റർ ആണെങ്കിൽ മുസ്ലിം തിയേറ്ററിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതല്ല നമ്മൾ തിയേറ്റർ അനുസരിച്ചിട്ട് സാൻഡ്വിച്ച് ആണെങ്കിൽ ആ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് എഴുതുമ്പോൾ അത് മനസ്സിലുണ്ടാവും.
സിനിമ ചെയ്യുമ്പോഴും ഈ പ്ലാനുകളൊക്കെ നടക്കുന്നുണ്ട്. സിനിമ എഴുതുമ്പോൾ നമ്മൾ വിചാരിച്ച പോലത്തെ സ്ഥലങ്ങളായിരിക്കില്ല, നമ്മൾ എഴുതുമ്പോൾ കണ്ട പോലത്തെ സ്ഥലങ്ങളായിരിക്കില്ല ചിലപ്പം നമുക്ക് കിട്ടുന്ന ലൊക്കേഷനുകൾ. ഈ ലൊക്കേഷനുകൾ പിന്നെ നമ്മൾ വിചാരിച്ച സ്ഥലമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിൽ വേറെ വെല്ലുവിളികളൊന്നുമില്ല. അപ്പൊ ചിലപ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ചതിന് അപ്പുറം ചെയ്യാൻ പറ്റും. അങ്ങനെ എനിക്ക് ഈ സിനിമ ചെയ്യുന്ന സമയത്ത് തന്നെ പല കാര്യങ്ങളും ചിലപ്പോൾ ഞങ്ങൾ സമയമില്ലാതെ എടുത്ത ചില ഷോട്ടുകളൊക്കെ ഉണ്ട്, ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ. അത് പിന്നീട് കണ്ടു നോക്കുമ്പോൾ അതാണ് ശരി എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ സിനിമയുടെ കഥയിലേക്ക് വരുമ്പോ ഇഴ എന്നത് ആദ്യം ഒരു നാടകമായിരുന്നല്ലോ, പിന്നീടാണ് അത് സിനിമ ഇപ്പൊ ആവുന്നത്. തീർച്ചയായിട്ടും ഈ കഥ എങ്ങനെയാണ് രൂപപ്പെട്ടത്? ഇത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ഇൻസിഡന്റ് ഉണ്ട്. ഒരു സുഹൃത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഒരാള്, എൻ്റെ ഒരു ഫ്രണ്ട് പരിചയപ്പെടുത്തിയിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു സുഹൃത്തിൻ്റെ കഥയാണ് ഇത്. സുഹൃത്തിൻ്റെ കഥയല്ല, ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ കഥയാണ്. ഒരിക്കലും ഞങ്ങൾ തമ്മിൽ കാണാത്ത, അന്ന് ഇപ്പം മൊബൈൽ ഫോണൊക്കെ വരുന്നതിന് മുമ്പ് തൂലികാ സൗഹൃദം എന്ന് പറയുന്നു, കത്തെഴുത്തിലൂടെ. അപ്പൊ എനിക്കൊരു കത്ത് വരികയാണ്, ഒരു മഴക്കാലത്തൊരു കത്ത് വന്നു. അതിനകത്തൊന്നുമില്ല. അന്ന് എനിക്ക് ഗിരീഷ് PC പാലം എഴുതി അഡ്രസ്സ് ചെയ്ത് അയച്ചാൽ എനിക്ക് കിട്ടും. അങ്ങനെ ഒരു കാലത്ത് എനിക്കൊരു കത്ത് വന്നു. അതിനകത്ത് ആകെ ഒരു വരിയുള്ളൂ, ഗിരീഷ് നിനക്ക് മഴയെ ഇഷ്ടമാണോ? എനിക്ക് മഴയെ ഇഷ്ടമാണ്, മഴ തന്നെ മഴ, ഴ ഴ, ഇത്ര മാത്രമായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ അഡ്രസ്സും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവന് തിരിച്ച് മറുപടി എഴുതി, കാലപ്പേമാരിൽ ഒഴുകിയെത്തിയ ഭൂതകാലത്തിന്റെ കൂട്ടുകാരൻ, എനിക്കും മഴയെ ഇഷ്ടമാണ്, മഴ തന്നെ മഴ, ഴ ഴ എന്നെഴുതി ഞാൻ അയച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുകൾ എഴുതും. ഒരിക്കലും ഫോട്ടോ അയക്കരുതെന്ന് ഏതൊക്കെയോ കത്തുകൾ എഴുതും. പിന്നെ ഒരിക്കലും അവൻ എനിക്കൊരു കത്തെഴുതി, ഈ തവണ ചെറിയ ഡോക്ടറും വൈദ്യുതി ഗ്രഹണങ്ങളും ഉണ്ടായിരുന്നു, രക്ഷിക്കുന്നുണ്ട്. അപ്പൊ അവനെന്തോ കാര്യമായിട്ടെന്തോ പ്രശ്നമുണ്ടെന്നുള്ളത് എനിക്ക് തോന്നി. പക്ഷെ അതൊക്കെ വിട്ട് പിന്നെ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ പിന്നെ എനിക്ക് കത്തുകളെ ഇല്ലാതെ ഒരു പുലർച്ചെ 5 മണി സമയത്ത് വീടിന്റെ വാതിലിൽ ഒരാൾ വന്ന് വിളിക്കുന്നത്, ഒരു കീറി തുടങ്ങിയ ഷർട്ടൊക്കെ. എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ ചാരാൻ ചോദിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു ഞാൻ ആരായിരിക്കും എന്നുകൊണ്ട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആരാ പറയാം. അപ്പൊ പറഞ്ഞു എനിക്കൊരു നാടകം വേണം. അപ്പോൾ ഇത്ര പുലർച്ചയ്ക്കൊന്നും ആരും നാടകത്തിന് അന്വേഷിച്ച് വരില്ല. ഞാൻ പറഞ്ഞ എന്താ കാര്യം എന്താണ്? അപ്പോൾ എനിക്ക് ഓസ്കാർ നയിക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ ഇതാക്കുന്ന പോലെ തോന്നി. അപ്പോൾ ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഇന്നയാളാണ്, കത്തെഴുതുന്ന ആളാണെന്ന് പറഞ്ഞു. ആ സമയം മുതൽ ഉണ്ടാകുന്ന ഒരു സൗഹൃദമുണ്ട്. സിനിമയിൽ നമ്മൾ അതേപോലെ തന്നെ ചെയ്യുന്നത്. ആ ഒരു സൗഹൃദം എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു മഴ വന്ന പോലെ ഇവൻ എൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് വരികയും പിന്നെ എനിക്ക് അതൊരു ബാധ്യതയായി മാറുകയും, ആദ്യം ഒരു കൗതുകമായി മാറുകയും പിന്നെ ഒരു ബാധ്യതയായി മാറുകയും എല്ലാം ചെയ്ത ഒരു കാര്യം. അതിനിടയിൽ നടക്കുന്ന ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്, ഒരുപാട് സംഭവങ്ങൾ. അത് പിന്നെ നമ്മൾ സിനിമ ആയതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ള ഒരു വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു ബന്ധത്തിന്റെ കഥ കൂടിയാണത്. നമ്മൾ സൗഹൃദം എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്ട്രീമിലാണ് ഈ കഥ. ഇത് നാടകത്തിയ സമയത്ത് രണ്ടുപേരെ നാടകത്തിലുണ്ടായിരുന്നുള്ളൂ. അവർ രണ്ടുപേരും കഴിയുന്ന ഒരു രാത്രി മാത്രം. അത് അന്ന് ആ സമയത്ത് കേരളത്തിലെ ക്യാമ്പസുകളിൽ എല്ലാം കളിച്ചുകൊണ്ടിരുന്ന ഒരു നാടകം. അതിലെ ഡയലോഗ്സുകൾ ഉപയോഗിച്ചിട്ട് ഓട്ടോഗ്രാഫുകൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും സിനിമയ്ക്ക് പിന്നീടുള്ള എല്ലാ പ്രൊജക്ടുകളും എല്ലാവരും ആശംസിക്കുന്നു. വളരെ സന്തോഷം. എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം. ഇത് ഓരോ ആളുകൾക്കും, കാണുന്ന ഓരോ ആളുകൾക്കും സ്വന്തം ജീവിതാനുഭവമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് 100% വിശ്വാസമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും സിനിമ കാണാൻ പ്രോത്സാഹിപ്പിക്കും.